പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ഞങ്ങൾക്കിന്ന് ആനന്ദം 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 ഞങ്ങൾക്കിന്ന് ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവകൃപ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു നമ്മോട് വചനത്തിലൂടെ പറയുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വചനം. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിശുദ്ധ ഗബ്രിയേൽ മാലാഹ പരിശുദ്ധ മറിയത്തോട് മംഗളവാർത്തയിൽ പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രവർത്തന ഫലമായി പരിശുദ്ധ മറിയത്തിന് യേശു ആകുന്ന കൃപ പൂർണ്ണമായി ലഭിച്ചു. അതേപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹയ്ക്കും കൃപ ലഭിച്ചു. പൂർണ്ണമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമേ പ്രത്യാശയുടെ അനുഗ്രഹവും ദൈവകൃപയാകുന്ന യേശുവിനെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തു പറയാൻ പറ്റും? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. വിശുദ്ധ പൗലോസ് ആയിരുന്നതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അപ്പോൾ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കണം ദൈവത്തിന്. പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ ഈ പറഞ്ഞ ഞാൻ ദാസിയാണ്, ഞാൻ ദാസനാണ്, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോഴാണ് നമ്മളുടെ ദൈവകൃപ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്, പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ശീലിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ പൗലോസ്ലീഹയും പരിശുദ്ധ അമ്മയെല്ലാം ചെയ്തതുപോലെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:9 പറയുന്നു, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് യേശു പറയുന്നുണ്ട്. യോഹന്നാൻ 6:63 ഇങ്ങനെ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനല്ല ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞത്. എന്ത്? ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കണോ. നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയാണ്. ഹൃദയത്തിൽ ആണ് ആത്മാവ് കുടികൊള്ളുന്നത്. ഈ ഹൃദയത്തെ പുഷ്ടിപ്പെടുത്താൻ എന്ത് വേണം? ആത്മാവിന് നമ്മൾ ശക്തിപ്പെടുത്തണം. അത് വചനത്തിലാണ് പരിശുദ്ധാത്മാവുള്ളത്. പരിശുദ്ധാത്മാവ് നിത്യജീവനം അടങ്ങിയിരിക്കുന്നത് വചനത്തിലാണ്. ആ വചനത്തെ ഭക്ഷിക്കുക വഴിയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നിത്യജീവനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാവും. നമ്മുടെ ജീവൻ നിത്യജീവനായിട്ട് രൂപാന്തരപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ നടക്കുമ്പോൾ നമ്മളിലുള്ള ജീവൻ രക്തത്തിലാണ് കുടികൊള്ളുന്നത്. ജീവൻ നിത്യജീവനായി രൂപാന്തരപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരണമെന്നതിന് എന്ത് വേണം? വചനം സ്വീകരിക്കണം. വചനം സ്വീകരിക്കുക വഴിയാണ് നമുക്ക് വചനത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതായ മാർഗങ്ങൾ വചനത്തിലൂടെ ദൈവം നമുക്ക് ഉപദേശിച്ചു തരികയും അത് വഴി നമ്മൾ കൃപ സ്വീകരിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യും. നമുക്ക് സഹനമുണ്ടാകും, ക്ഷമയുണ്ടാകും, സഹിഷ്ണുതയുണ്ടാകും, ദൈവസ്നേഹവും പരസ്നേഹവും ഉണ്ടാകും, സഹാനുഭൂതി ഉണ്ടാകും.
അപ്പോൾ ഈ 5 മേഖലകൾ, കൃപയിലുള്ളതായ 5 മേഖലകളും നമുക്ക് വചനം സ്വീകരിക്കുക വഴിയേ ലഭിക്കുകയുള്ളൂ. വചനം സ്വീകരിക്കണം. വചനം എല്ലാവരും കേൾക്കാറുണ്ട് മക്കളെ, പക്ഷേ വചനത്തെ സ്വീകരിക്കാറില്ല. വചനത്തെ സ്വീകരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനെ നയിക്കണമെങ്കിൽ എന്ത് വേണം? വചനം സ്വീകരിക്കണം. നമ്മൾ വചനം കേൾക്കാറുണ്ട്, കേട്ടിട്ട് കാര്യമില്ല. പക്ഷെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. പരിശുദ്ധ മറിയം ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ചതുപോലെ, സ്വീകരിച്ചതുപോലെ നമ്മളും ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിക്കണം, സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വഴി നമ്മളിലുള്ള ജീവൻ നിത്യജീവനായി രൂപാന്തരപ്പെടും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇത് മണ്ണോട് ചേരാനുള്ളതാണ്. മണ്ണിൽ നിന്നെടുത്ത പൊടിയാണ് നമ്മുടെ ശരീരം. ഇത് മണ്ണിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അത് തീർന്നു. അല്ലെങ്കിൽ അത് രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടാൻ പറ്റിയ വണ്ണം നമ്മൾ കൃപ നിറഞ്ഞവരായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാവും രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നത് ശരീരത്തെ പുഷ്ടിപ്പെടുത്താനാണല്ലോ. ആത്മാവിനെയും ജീവനെയും പുഷ്ടിപ്പെടുത്തണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവും അത്യുന്നതൻ്റെ ശക്തിയും പ്രവർത്തിക്കണം. എങ്കിൽ ദൈവകൃപയാകുന്ന യേശുവിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ കേട്ട വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. തുടർന്ന് അപ്പോസ്തല പ്രവർത്തനം 20:32 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. നമുക്ക് ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവർത്തനം 20:32 നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞത് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. അവിടുത്തെ കൃപയുടെ വചനത്തിന്, കൃപ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വചനത്തിലൂടെ വചനം അഭ്യസിച്ച് കഴിയുമ്പോഴാണ് കൃപ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കൃപയുടെ വചനത്തിൽ എന്ന് പറഞ്ഞത്. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭരിക്കാൻ. വചനം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും ഉണ്ടാ. ഉത്കർഷം എന്ന് പറയുന്നത് എന്താണ്? ഉന്നതി, ആത്മീയ ഉന്നതി, ആത്മീയ ഔന്നത്യം. അതാണ് ഉത്കർഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും. സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം എന്ന് പറയുന്നത് എവിടെയാണ്? യേശയ്യാ പ്രവചനം 49:4 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് അതിൽ വരണത്? വെളിപാട് പുസ്തകം 22:14 അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ അവകാശത്തിൻ്റെ മേഖല എവിടെ പോയി നിന്ന് നോക്കിയേ. ജീവൻ്റെ വൃക്ഷത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് നിത്യജീവനാണ്. എന്നേക്കും സ്വർഗത്തിൽ കർത്താവായ ദൈവത്തോടൊപ്പം വാഴാനുള്ള അർഹതയാണത്. അതാണ് വിശുദ്ധരുടെ ഇടയിലുള്ള അവകാശം. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃപയുടെ വചനത്തെ നമ്മെ തന്നെ നമ്മൾ ഭരമേൽപ്പിക്കണം, പൗലോസിനെ ഏൽപ്പിച്ചതുപോലെ. അപ്പോഴാണ് നമുക്കത് ഐശ്വര്യകരമായി തീരുന്നതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 11:17 പറയുന്നു. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. അപ്പോൾ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ കൃപ ശാശ്വതമായ ഐശ്വര്യം. നമുക്ക് ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐശ്വര്യം കണക്കാക്കണം എന്താണെന്നറിയാമോ? സാധാരണ മനുഷ്യർ ഐശ്വര്യം എന്ന് കണക്കാക്കണം, കുറേ പറമ്പുണ്ടാകണം, കുറേ സമ്പത്തുണ്ടാകണം, കുറേ സ്വർണം വേണം, കുറേ വസ്ത്രം വേണം, കുറേ ഭക്ഷണം വേണം, കുറേ നല്ല കാറ്, പുതിയ പുതിയ കാറുകൾ കുറേ എണ്ണം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇടുക, പുതിയ പുതിയ ബൈക്കുകൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഐശ്വര്യമായിട്ട് കരുതുന്നത്. നല്ല ഭംഗിയുള്ള സൗന്ദര്യം ഉണ്ടാകുക, നല്ലോണം മുടി മേക്കപ്പ് ചെയ്ത് നടക്കുക, കണ്ണെഴുതുക, പൊട്ട് ഇടുക, ഇതൊക്കെയാണ് നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. അല്ല, ഇതൊന്നുമല്ല എൻ്റെ സഹോദരങ്ങളെ ഐശ്വര്യം എന്ന് പറയുന്നത്. ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോടൊപ്പം എന്നെന്നും സ്വർഗത്തിൽ സകല വിശുദ്ധരോടൊപ്പം സകല മാലാഖരോടൊപ്പം അവിടുത്തെ ദർശിച്ചുകൊണ്ട് കണ്ണ് കണ്ടിട്ടില്ലാത്തതും
ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ആ കാഴ്ചയിൽ, ആ കേൾവിയിൽ, ആ ആസ്വാദ്യതയിൽ നമ്മൾ നിലനിൽക്കുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്, ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നത്? ദൈവകൃപയാണ് അത് ലഭിക്കാൻ നമുക്ക് ഇടവരുത്തുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു? 1 ദിനവൃത്താന്തം 22:13 പറയുന്നുണ്ട്. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടോ? അവ കൃപ ലഭിക്കുന്നത് മനസ്സിലായല്ല. ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും അക്ഷരം പ്രതി അനുസരിക്കുന്നവർക്കാണ് കൃപ ലഭിക്കുക. അല്ലാത്തവർക്ക് കൃപ കിട്ടില്ല. അപ്പോൾ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധയോടെ പാലിച്ചാൽ കൃപ ലഭിക്കുമെന്നുള്ളതിന് ഗ്യാരൻറ്റിയായി. അതുവഴി ശാശ്വതമായ ഐശ്വര്യം സ്വീകരിക്കാനൊന്നും നമുക്ക് ഒരു ഇൻഫർമേഷൻ കർത്താവ് തന്നു. അതായത് നിത്യജീവനിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യസൗഭാഗ്യം അത് സ്വീകരിക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള വചനത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 5:20. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നൊരു വചനത്തെക്കുറിച്ച് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൃപ പാപത്തെക്കാളേറെ വർദ്ധിച്ചത്? കാരണം പാപത്തെ നേരിടാൻ, അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാത്രമേ, ദൈവകൃപയ്ക്ക് മാത്രമേ കഴിയൂ. ദൈവകൃപ നിറഞ്ഞവർക്ക് മാത്രമേ സാധിക്കൂ. കൃപയിലുള്ള സഹനത്തിലൂടെയും ക്ഷമയിലൂടെയും സഹിഷ്ണുതയിലൂടെയും, അതായത് അതിജീവന ശക്തിയിലൂടെയും സ്നേഹത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും മാത്രമേ പാപത്തെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ അങ്ങനെ തന്നെ എടുത്തെഴുതിയേക്കാം. പൗലോസ്ലീഹയുടെ അനുഭവമാണ് ആ പറഞ്ഞത്. പൗലോസ്ലീഹയ്ക്ക് ഏറെ ദൈവം കൃപ കൊടുത്തു. എന്തിനാണ്? പാപത്തിൻ്റെതായ ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. അതിനെ എതിർത്ത് തോൽപ്പിക്കാനായി അദ്ദേഹത്തിന് പിന്നീടും ഉണ്ടായ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും എതിർത്ത് തോൽപ്പിക്കാൻ ദൈവം ഒരുപാട് കൃപ ദൈവം വർഷിച്ച് പൗലോസ്ലീഹയ്ക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ച് സഹിഷ്ണുത കാണിച്ചു. അതിനെല്ലാം അതിജീവന ശക്തിയാണ്. സഹിഷ്ണുത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിജീവന ശക്തി എന്നാണ്. അതിലെല്ലാം സഹിഷ്ണുത കാണിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് ജീവിച്ച് ദൈവോന്മുഖമായൊരു നിത്യജീവനിൽ പ്രവേശിക്കത്തക്ക വിധത്തിലുള്ളൊരു മരണം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. യേശുവിന് വേണ്ടി ശിരസറക്കപ്പെട്ടവനായിട്ട് മാറി. അപ്പോൾ കൃപ സ്വീകരിക്കുന്നവർക്കെല്ലാം പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാവും. ഈ ലോകത്തിലുള്ളവർ അടങ്ങിയിരിക്കില്ല. സാത്താൻ അടങ്ങിയിരിക്കില്ല. ഈ ലോകത്തിൻ്റെ അരൂപി അധികാരികളും സമ്മതിക്കില്ല. അവരെ പീഡിപ്പിക്കും, അവരെ വിഷമിപ്പിക്കും. തൽക്കാലത്തേക്കൊന്നും ഉണ്ടാവില്ല കൃപയിലായിരിക്കുന്നവർക്ക്. പക്ഷേ അവരിലൂടെ കൃപ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ അന്തരീക്ഷ ശക്തികളും അന്ധകാര ശക്തികളും അദൃശ്യ ശക്തികളും അശുദ്ധാത്മ ശക്തികളും വെറുതെ ഇരിക്കില്ല മക്കളെ. അത് നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അതിനെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്, സഹിഷ്ണുത കിട്ടാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തോടും പരസ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി അതിനെ നേരിടാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മത്തായി സുവിശേഷം 5-ാം അധ്യായം 39-46 വരെ യേശു പറയുന്നുണ്ട്, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. യേശു പറയുന്നതിൻ്റെ ആകത്തുക ഇതാണ്: തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക. ദുഷ്ടനെ ഒരിക്കലും നമ്മൾ എതിർക്കാൻ തുനിയരുത്. യേശു തന്നെ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 5:39 നമ്മളിപ്പോൾ കേട്ടില്ല, ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടനെ എതിർത്താൽ എന്ത് സംഭവിക്കും? ദുഷ്ടനിൽ എന്താണുള്ളത്? തിന്മയാണുള്ളത്. അവനെ തിന്മ കൊണ്ട് നമ്മൾ എതിർത്താൽ ദുഷ്ടൻ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ്റെ തിന്മയ്ക്ക് ഇരട്ടി ശക്തി ഉണ്ടാവും. നമുക്ക് ഒരിക്കലും അവനോളം തിന്മ പ്രവർത്തിക്കാനുള്ള കരുത്തില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പരാജയപ്പെട്ടു പോകും, എന്നേക്കുമായി നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. 5:39 മത്തായി സുവിശേഷം, ദുഷ്ടനെ എതിർക്കരുത്. അവൻ തിന്മ പറഞ്ഞവനായതുകൊണ്ട് നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത്, കൃപ കൊണ്ടാണ് അവനെ എതിർക്കേണ്ടത്. അപ്പോൾ അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചെന്ന്.
കൃപയുള്ളവർക്ക് പാപത്തിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളെ, പരീക്ഷകളെല്ലാം അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് പത്രോസിനെ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം. 2 പത്രോസ് 3:18. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഒന്നുകൂടി കേൾക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിനെന്ന്. യേശുക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ചാണ് മുൻപറഞ്ഞ മത്തായി വിശേഷത്തിൽ 5-ാം അധ്യായം നമ്മൾ കേട്ടത്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ്? സുഭാഷിതം 9:10 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധനായവനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ അറിവ്. നമ്മൾ ഈ ലോകത്തിൻ്റെ അറിവിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ അറിവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥ അറിവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുണ്ട്. ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ദൈവഭയം, ദൈവഭക്തി, ആത്മധൈര്യം. ഇങ്ങനെ 7 ദാനങ്ങളുണ്ട്. അതിൽ ജ്ഞാനം, ബുദ്ധി, അറിവ്, 3-ാമത്തെ ദാനമാണ് അറിവ്. അത് പരിശുദ്ധനായവനെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദ നോളജ് ഓഫ് ഗോഡ്. അതാണ് പരിശുദ്ധനായവനെ അറിയുക എന്നുള്ളത്. അത് വചനത്തിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വചനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനസമ്പൂർണ്ണമാണ് വചനം. വചനത്തിന് മറ്റൊരു പേരുണ്ട്, ജ്ഞാനമെന്ന്. അപ്പോൾ ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ഈ അറിവ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ പറ്റുള്ളൂ. അത് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയിലായിരിക്കണം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ജ്ഞാനം, ബുദ്ധി, അറിവ് എന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ദാനത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധിയെ ഉപയോഗിച്ച് ദൈവത്തെക്കുറിച്ച് അറിയുക. അടുത്തതാണ് വിവേകം. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. വിവേകം മീൻസ് ആലോചന, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെന്ന് പറയുന്നത്. അടുത്തത് ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ദൈവഭയം ഉണ്ടാകും. അടുത്ത മേഖല അതാണ് ദൈവഭയം. അടുത്ത ദാനമാണത്. ദൈവഭയം വന്നു കഴിയുമ്പോൾ ദൈവത്തോട് ഭക്തി കൂടുതലാകും. തിന്മയെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. തിന്മയെ എന്നേക്കുമായിട്ട് അതിനോട് സല്യൂട്ട് പറയും. നമ്മൾ സലാം പറഞ്ഞ് അതിന് ഉപേക്ഷിച്ച് കളയും. അടുത്ത മേഖലയാണ് ദൈവഭക്തി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകും. ആത്മാവിന് ഏത് മേഖലയെയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എന്തെല്ലാം തരത്തിലുള്ള ക്രൈസിസുകളുണ്ടായാലും അതിനെല്ലാം നേരിടാനുള്ളൊരു ശക്തി, ആത്മാവിന് ശക്തി വർദ്ധിക്കും. അപ്പോൾ ഈ 6 ദാനങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോൾ അവസാനത്തെ 7-ാമത്തെ ദാനമാണ് ആത്മധൈര്യമായിട്ട് നമുക്ക് ദൈവം തരുന്നത്. ഈ ലോകത്തെ അതിജീവിക്കാനുള്ളതായ ആത്മധൈര്യം നമുക്ക് ദൈവം തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്തുമാത്രം ശക്തിയുള്ളതാണ്. അപ്പോൾ ഈ ദാനമാണ് ഈ പറഞ്ഞ പരിശുദ്ധനായവനെ അറിയുന്ന അറിവ്. നമ്മൾ നിഷ്കളങ്കമായ മനസ്സോടുകൂടി പരിശുദ്ധനായവനെക്കുറിച്ച് അറിയാൻ പരിശ്രമിച്ചാൽ അതിനെ എതിർക്കാനായിട്ട് ധാരാളം ദുഷ്ടശക്തികളുണ്ടാകും. അവരടങ്ങിയിരിക്കില്ല. അവരെന്ത് ചെയ്യുമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 2 പത്രോസ് 3:3 നിങ്ങളിത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ഈ പറഞ്ഞ അവസാന നാളെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പാപത്തിനോടുള്ള അവസാന നാളുകൾ, ഈ ലോകത്തോട് നമ്മൾ മരിക്കുന്ന അവസ്ഥ. അതാണ് പത്രോസ്ലീഹ പറഞ്ഞ അവസാന നാളെന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തോട് മരിക്കുന്ന അവസ്ഥ, ഈ ലോകത്തിലുള്ള അനുരൂപരായിത്തീരുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുന്ന അവസാനം. ആ നാളുകളിൽ ആര് പ്രത്യക്ഷപ്പെടും? അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകരെ നമ്മളെ പരിഹസിക്കും. ഇവൻ വലിയ പുണ്യാളനായി, ഇപ്പം വിശുദ്ധനായി, രൂപക്കൂട് പണിയണം നമുക്കിപ്പോൾ അവനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. ആത്മധൈര്യം ലഭിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1:8 യേശു പറയുവാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും, ശക്തി പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവാണ് ഈ നിന്ദനങ്ങളിൽ നിന്നും അവമാനങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അപവാദങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി പകർന്നു തരുന്നത്. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മാത്രമേ വചനത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൃപയാലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. നാം അതിലൊന്നും ചഞ്ചലത്തിലാകരുത്. അവർ പരിഹസിച്ചോട്ടെ, നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. മോശ വഴി ദൈവം പറയുവാണ്, നിങ്ങൾ സ്വസ്ഥമായിരുന്നാൽ മതി,
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഞാൻ എൻ്റെ അനുഭവം കൂടിയാണ് പറഞ്ഞത്. എന്നെ ഒരുപാട് പേര് ഈ മേഖലയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഇപ്പം മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ മേഖലയിലേക്ക് വരാൻ തുടങ്ങി. അന്ന് പരിഹസിച്ചിരുന്നവരൊക്കെ എന്നേക്കാൾ മുൻപന്തിയിലായി ഭജനത്തിൻ്റെ കാര്യത്തിൽ. അവരിപ്പോൾ ഒരിടത്ത് ക്ലാസ് എടുക്കാനും ലോകം മുഴുവനൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അന്ന് പരിഹസിക്കുമ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ, സ്തെഫാനോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുവാണ്, ഇവർ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല കർത്താവേ. അപ്പോൾ സ്തെഫാനോസ് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി? പൗലോസ്ലീഹയ്ക്കും മാനസാന്തരത്തിനുള്ള കൃപ ദൈവം കൊടുത്തു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഞാൻ അവരെ എതിർക്കാനൊന്നും പോയില്ല, ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തു. അപ്പോൾ അവർക്ക് എന്ത് പറ്റി? അവരിന്ന് ലോകം മുഴുവനും ഭജനപ്രഘോഷം നടത്തുന്ന വ്യക്തികളായിട്ട് കർത്താവ് രൂപാന്തരപ്പെടും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ചഞ്ചലചിത്രരാകാതെ മറ്റുള്ളവർ പരിഹസിച്ചിട്ട് അവരുടെ അധമവികാരങ്ങളിൽ നിന്നാണത് പറയുന്നത്. അവരുടെ അധമവികാരങ്ങൾ അമർച്ച ചെയ്യാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. 2 പത്രോസ് 3:9 പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവം ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതിന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവം എത്രമാത്രം കൃപാലുവാണ്. ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. കൃപയുടെ നിറകുടമാണ് ദൈവം, ഉറവിടമാണ് ദൈവം. ആ കൃപയാൽ തന്നെ മനുഷ്യവർഗത്തെ സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും രക്ഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാൾ പോലും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? കർത്താവിനെ അറിഞ്ഞിട്ടുള്ളതായ, കൃപ ലഭിച്ചിട്ടുള്ളതായ നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാനും സഹിക്കാനും സഹിഷ്ണുത കാണിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ സഹാനുഭൂതി കാണിക്കാനും സഹവർത്തിത്വം കാണിക്കാനും തയ്യാറാകണം. ആയില്ല എങ്കിൽ ദൈവതിരുമുമ്പിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഉത്തരം പറയേണ്ടി വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:9 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതിലെല്ലാവരും എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയാകുന്ന കൃപ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ നേരെ. കൃപാലുവായ, കൃപാസാന്ദ്രമായ ദൈവം, കൃപാസമുദ്രമായ ദൈവം എന്നെന്നും മനുഷ്യമക്കൾക്കായി ഈ പറഞ്ഞതെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. തൻ്റെ മക്കൾ എത്തിച്ചേരും, അവർ വന്നിട്ട് ഒന്നിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കണം. ധൂർത്തുപുത്രൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? മകൻ മനസാന്തരപ്പെട്ട് വരും എന്ന് പറഞ്ഞ് പിതാവ് ഇവിടെ കാത്തിരിക്കും. പന്നിക്കുഴിയിൽ വീണ് സുബോധം ഉണ്ടായപ്പോൾ തന്നെ പിതാവ് പുറത്തു വന്ന് രണ്ട് കൈ നീട്ടിക്കൊണ്ട് കാത്തു നിൽക്കുക. അവൻ ദൂരെ വെച്ച് അവനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അതാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. മക്കളെ, നമ്മളും മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവകൃപ സ്വീകരിക്കാനും നഷ്ടമായെന്ന് തോന്നുമ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയും ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സങ്കീർത്തന വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. സങ്കീർത്തനം 41:4, കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ സങ്കീർത്തനം 57:1 പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 79:8 പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ, അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നല്ലവനായതുകൊണ്ടും ക്ഷമാശീലനായതുകൊണ്ടും നമുക്ക് കൃപ കാണിക്കുമെന്ന് സങ്കീർത്തനം 86:5 പറയുന്നു. കർത്താവ് അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണല്ലോ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. മുൻ പറഞ്ഞതുപോലെ നാം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ ചൊരിയും, നമ്മളും ദൈവകൃപ നിറഞ്ഞവരായിത്തീരും. അതിനുവേണ്ടി നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, ഞാൻ കൃപയ്ക്ക് വിരോധമായി അങ്ങയുടെ കൃപയുടെ വചനമാകുന്ന യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ലോകാരൂപിക്ക് ചേർന്ന വണ്ണം ലോകത്തിന് അനുരൂപനായി, ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി, എൻ്റെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായി ഞാൻ വളരെയേറെ ദുർവ്യാപാരങ്ങളിലും ദുഷിച്ച ജീവിതത്തിലും വ്യാപരിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ കർത്താവേ, അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ഞങ്ങൾക്കുള്ള എല്ലാവിധ അയോഗ്യതകളും അവിടുന്ന് അറിയുന്നുവല്ലോ. അവിടുന്ന് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവിടുത്തെ കൃപയാൽ നിറയുമെന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലോടും അയൽക്കാരോടെല്ലാം അലിവ് തോന്നി അവിടുത്തെ കൃപയാൽ അവരെയും ഞങ്ങളെയും നിറയ്ക്കണമേ. ഞങ്ങളെ നിന്ദിക്കുന്നവരോടും ക്ഷമിക്കാനും ഞങ്ങളെ നിന്ദിക്കുന്ന നിന്ദാപാനങ്ങൾ സഹിക്കുവാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും അവരെ സ്നേഹിക്കാനുള്ളതായ വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകുവാൻ അവിടുത്തെ മനസ്സാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്തകരനായ കർത്താവായ ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.